നമസ്തേ. ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പുതിയൊരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റീഡിങ്. അപ്പോൾ പുതിയൊരു ലൈഫ് പാർട്ട്ണറെ നമുക്ക് ഈ മാസം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, നമ്മൾക്ക് പാർട്ട്ണറെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ആ റിലേഷൻ തുടരാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ് അടുത്തത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സിൽ മെയിനായിട്ടത് ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് വളരെ വിരക്തിയുള്ളത്, അതായത് വിരക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾക്കത് പാർട്ട്ണറെ തേടുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ള മാനസിക വിഷമങ്ങൾ കൊണ്ടാവാം നല്ല വിഷമം അനുഭവിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാർട്ട്ണറെ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് വേണ്ടിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതായത് അതിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം അതിനുവേണ്ടി നോക്കേണ്ട സമയമാണെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ചന്ദ്രനെ വന്ന് സൂര്യൻ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വിഷമമുള്ള സമയമാണ്. എങ്കിലും നമ്മൾക്കത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കാണുമെന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ കാർഡ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 6 ഓഫ് വാൻഡ്സ് ആണ്. 6 ഓഫ് വാൻഡ്സ് പറഞ്ഞാൽ വിക്ടറി, കോൺഫിഡൻസ്, വിജയശ്രീയിലാണ് വരുന്നത് ഒക്കെയാണ് ഇതിൽ കാണിച്ചുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആദ്യത്തിൽ കാണിച്ചത്. അതിൽ അല്പം നിരാശ ആണെങ്കിലും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ആ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ അതിൽ സക്സസ് ആവുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ലൈഫ് പാർട്ട്ണറെ നോക്കാൻ പറ്റിയ സമയമാണ്. നല്ല രീതിയിൽ നിങ്ങളത് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫ് പാർട്ട്ണറെ കിട്ടുമെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ കാർഡ് എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകാനുള്ള മെസ്സേജ് എന്നുള്ളത് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള മെസ്സേജ് ഇതാണ്. ദ ലവേഴ്സ് ആണ്. ദ ലവേഴ്സ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ലൈഫ് പാർട്ട്ണറെ നോക്കുന്ന സമയമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു ലൈഫ് പാർട്ട്ണറെയാണ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നതാണ്. യൂണിവേഴ്സ് തന്നെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് നല്ലൊരു മെസ്സേജാണ് നമുക്ക് മൂന്നാമത്തെ കാർഡ് ത്രൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.